നമസ്കാരം, കോഡ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ HTML സീരീസിൻ്റെ ലാസ്റ്റ് ചാപ്റ്ററാണ് സിമാൻറ്റിക് HTML. സോ സിമാൻറ്റിക് HTMLും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സോ എന്തിനാണ് നമുക്ക് സിമാൻറ്റിക് HTMLൻ്റെ ആവശ്യം? ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇതുവരെ ചെയ്ത നമ്മുടെ വെബ്സൈറ്റ് നോക്കാം. സോ ഇതിനകത്തൊരു ഹെഡർ ഉണ്ട്, പിന്നെ നമ്മളുടെ കണ്ടന്റുകൾ കുറേ സെക്ഷൻസ് ആയിട്ട് കിടപ്പുണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്കൊരു ഫൂട്ടറും ഇടാം. മിക്കവാറും വെബ്സൈറ്റിൽ നമ്മുടെ കോപ്പിറൈറ്റും ടേംസ് ആൻഡ് കണ്ടീഷനും പ്രൈവസി പോളിസി ഇതൊക്കെ ഫൂട്ടറിലാണ് കാണാറുള്ളത്. സോ അതൊക്കെ വെച്ച് നമുക്കൊരു ഫൂട്ടർ ഉണ്ടാക്കാം. സോ നമുക്ക് ഇതിനൊരു ഫൂട്ടർ എന്ന് പറഞ്ഞ ക്ലാസ്സും കൊടുക്കാം, എന്നിട്ട് ഒന്ന് സ്റ്റൈൽ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്കത് സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫൂട്ടർ ഇവിടെ വന്നിട്ടുണ്ട്. സോ ഇങ്ങനെ ഒരു ഫൂട്ടറും കാണും. സോ ഇങ്ങനെ തന്നെ ആയിരിക്കും ഒരു ജനറലി ഒരു വെബ്സൈറ്റിൻ്റെ ഒരു സ്ട്രക്ചറും ഉണ്ടാവുക. സോ ഇങ്ങനെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നമുക്ക് സാധാരണ ഒരു യൂസർക്ക് റീഡ് ചെയ്യാനും വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മളൊരു സാധാരണ യൂസർ നോക്കുമ്പോൾ നമ്മളവിടെ വ്യക്തമായിട്ട് ഹെഡറും ഫൂട്ടറും ഒക്കെ നമ്മൾ സ്റ്റൈൽ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ സെക്ഷൻസ് ഒക്കെ നമ്മൾ ഇതേപോലെ ബോക്സ് ഒക്കെ ഇട്ട് ബോർഡർ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെപ്പോലെ സാധാരണ ഒരു യൂസറിന് അത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ട് കാണത്തില്ല. പക്ഷേ ചില കേസുകളിൽ, ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പോലുള്ളൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് നമ്മളുടെ ഈ വെബ് പേജുകളൊക്കെ ക്രോൾ ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ മൂവി റിവ്യൂസിൻ്റെ വെബ്സൈറ്റാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും ഒരു IMDb പോലത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ഈ നല്ല മൂവി റിവ്യൂസിൻ്റെ സൈറ്റൊക്കെ ക്രോൾ ചെയ്ത് ഈ പറഞ്ഞ പോലെ റിവ്യൂസും കാര്യങ്ങളൊക്കെ അതിൻ്റെ സമ്മറി കാണിക്കുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേജ് എവിടെയാണ് ഹോസ്റ്റ് ചെയ്ത് അവിടെ പോയിട്ട് നമ്മുടെ വെബ്സൈറ്റ് ക്രോൾ ചെയ്ത് അതിന് ഇൻഫോർമേഷൻ എടുക്കും. അത് നമുക്ക് നല്ലതാണ്, കാരണം അവർ നമ്മുടെ കണ്ടന്റ് കാണിക്കുന്ന സമയത്ത് നമുക്കും റീച്ച് കൂടുതൽ കിട്ടും. സോ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ക്രോളേഴ്സിന് നമ്മുടെ വെബ്സൈറ്റ് എളുപ്പം മനസ്സിലാക്കാൻ കുറച്ച് ടാഗുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതിനാണ് സിമാൻറ്റിക് ടാഗുകൾ എന്ന് പറയുന്നത്. സിമാൻറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം സിമ്പിളാണ്. അത് ടാഗ് കാണുമ്പോൾ തന്നെ അതെന്തിനാണെന്ന് മനസ്സിലാക്കാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ എഴുതിയൊരു ഫോം, ഇതിന് ഇൻപുട്ട് ടാഗ് നമ്മളിട്ടുണ്ട്. ഈ ഇൻപുട്ട് ടാഗ് എഴുതുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അത് ടെക്സ്റ്റ് ഇൻപുട്ട് ആണെന്നുള്ളത്. ആ ടാഗിന് തന്നെ ഒരു ഇൻബിൽഡ് മീനിങ് ഉണ്ട്. ഒരു ബട്ടൺ എന്ന് പറഞ്ഞ ടാഗ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ബട്ടൺ ആയിരിക്കും. ഇൻപുട്ട് എന്ന് പറഞ്ഞ ടാഗും അതിൻ്റെ ടൈപ്പും കൊടുത്തു കഴിഞ്ഞാൽ അത് ടെക്സ്റ്റ് ആവാം, ടെക്സ്റ്റ് ഏരിയ ആവാം, സെലക്ട് ബോക്സ് ആക്കാം. അപ്പോൾ ഈ ടാഗ് നോക്കുമ്പോൾ തന്നെ അത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. ഇത് ബേസിക്കലി ഇതിൻ്റെ സിമാൻറ്റിക്സ്, ഇതിൻ്റെ അർത്ഥം ഈ ടാഗിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. നേരെ മറിച്ച് നമ്മൾ ഒരു ഇങ്ങനത്തെ ഒരു പേജ് ഉണ്ടായി കഴിഞ്ഞാൽ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ മൂവി റിവ്യൂസിന് എഴുതിയ ഈ ഒരു ടൈറ്റ്, ഇതാണ് ഹെഡർ. ഓക്കെ, ഈ ഹെഡറിനും നമ്മൾ H2 എന്ന് പറഞ്ഞ ടാഗ് കൊടുത്തിട്ടുണ്ട്. H2 എന്ന് പറഞ്ഞ ടാഗ് എപ്പോഴും ഹെഡിങ് ടൈറ്റിൽ അത് എവിടെ വേണമെങ്കിൽ കൊടുക്കാം. അത് ഹെഡർ ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. പിന്നെ അതുപോലെ മെയിൻ കണ്ടന്റ് ബോഡിക്ക് നമ്മൾ div എന്ന് പറഞ്ഞ ടാഗ് കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ ഇതിലോരോ സെക്ഷനും നമ്മൾ div എന്ന് പറഞ്ഞ ടാഗ്, മെയിൻ കണ്ടന്റിനും അതേപോലെ തന്നെ അതിൻ്റെ സെക്ഷനും നമ്മൾ div എന്ന് പറഞ്ഞിട്ടുള്ള സെയിം ടാഗ് നെയിമിനെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫുട്ടറിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ പറയുന്ന div എന്ന് പറഞ്ഞ ടാഗ് തന്നെയാണ്. അപ്പോൾ എല്ലാത്തിനും നമ്മൾ div എന്ന് പറഞ്ഞ ടാഗ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ജനറിക് ടാഗുകളാണ് നമ്മൾ ഈ പേജ് ബിൽഡ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു div റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഹെഡർ ആണോ, ഇത് ഫുട്ടർ ആണോ, ഇത് ബോഡി കണ്ടന്റ് ആണോ എന്ന് ക്രോളറുകൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ സ്ക്രീൻ റീഡറുകളുണ്ട്. ഈ പരിമിതികളുള്ളവർക്ക്, അതായത് കാഴ്ച പരിമിതികളൊക്കെ ഉള്ളവർക്ക് ഈ സ്ക്രീൻ റീഡറിൻ്റെ സഹായത്തോടു കൂടിയായിരിക്കും ഈ വെബ് പേജ് അവർ മനസ്സിലാക്കുക. അപ്പോൾ സ്ക്രീൻ റീഡറുകൾക്ക് ഇത് റീഡ് ചെയ്യുമ്പോൾ തന്നെ അത് ഹെഡറാണ്, അത് ഇന്ന സെക്ഷനാണ്, അതിൻ്റെ മെയിൻ കണ്ടന്റ് എന്താണ്. ഇഷ്ടംപോലെ കണ്ടന്റുകൾ വെബ് പേജിലുണ്ടാവും. അതിൻ്റെ മെയിൻ കണ്ടന്റിലോട്ട് മാത്രം റീഡ് ചെയ്യാനൊക്കെ ഈ പറയുന്ന നമ്മളുടെ സിമാൻറ്റിക് ടാഗുകൾ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് സിമാൻറ്റിക് ടാഗുകൾ ഉണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടാഗുകൾ നമുക്ക് ഈ വീഡിയോനകത്ത് നോക്കാം. ഇത്രയും ടാഗുകളാണ് നമ്മൾ ഈ വീഡിയോക്കകത്ത് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹെഡർ എന്ന് പറഞ്ഞ ടാഗാണ്. ഒരു പേജിൻ്റെ ഹെഡർ ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കാനാണ് ഹെഡർ ടാഗ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ H2 ഒരു ഹെഡർ ടാഗ് ആക്കണം. നമ്മുടെ പേജിന് ഒരു അർത്ഥം കൊടുക്കണമെങ്കിൽ, ഒരു സിമാൻറ്റിക് ആയിട്ട് എഴുതണമെങ്കിൽ നമ്മൾ പക്ഷേ ഹെഡർ സെക്ഷനിൽ നമ്മൾ ഹെഡർ എന്ന് പറഞ്ഞ ഒരു ടാഗിൻ്റെ ഉള്ളിലായിരിക്കും ഇടേണ്ടത്. അപ്പോൾ നമുക്കത് ചെയ്യാം. ഇവിടെ നമ്മൾ ഹെഡർ എന്ന് പറഞ്ഞ ടാഗിനകത്ത് നമുക്കിതിടാം. ഓക്കെ, സോ നമ്മളിപ്പോൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഹെഡർ എന്ന് പറഞ്ഞ ടാഗിനകത്താണ് നമ്മൾ മെയിൻ ടൈറ്റിൽ ഇട്ടിരിക്കുന്നത്. അത് ഫൈനാണ്. ഇനി നമുക്ക് എന്താണ്, ഇതിവിടെ ഒരു ഫുട്ടർ ഉണ്ട്. ഈ ഫുട്ടറിനെ നമ്മൾ എന്ത് ചെയ്യും, ഫുട്ടർ എന്ന് പറഞ്ഞ ടാഗിനകത്ത് കൊടുക്കണം. സോ നമ്മൾ നേരത്തെ ചെയ്ത ഈ ഫുട്ടർ എന്ന് പറഞ്ഞ div എടുത്തിട്ട്, ഒന്നല്ലെങ്കിൽ div നമുക്ക് മൊത്തത്തിൽ കളയാം, ഈ divൻ്റെ ആവശ്യമില്ല. ആ divന് പകരം നമുക്ക് ഫൂട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ് കൊടുക്കാം. നമ്മൾ സ്റ്റൈൽ ചെയ്തത് നമ്മൾ ഈ ഫുട്ടർ എന്ന് പറഞ്ഞ ക്ലാസ് നെയിമിനാണ്. അതിന് പകരം നമുക്ക് ഫുഡർ എന്ന് പറഞ്ഞ എലമെൻറ്റിന് സ്റ്റൈൽ ചെയ്യാം. അങ്ങനെ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫുഡർ എന്ന് പറഞ്ഞ സെക്ഷനകത്താണ് ഈ ഫുട്ടർ എലമെൻറ്റ്സ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹെഡറായി ഫുട്ടറായി. ബാക്കി ഇതിൻ്റെ ബോഡിക്ക് നമ്മൾ മെയിൻ കണ്ടന്റ് ആണ്, ഇതാണ് മെയിൻ കണ്ടന്റ്. സോ അത് ഇടണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ടാഗാണ് മെയിൻ എന്ന് പറഞ്ഞ ടാഗിനകത്താണ് മെയിൻ കണ്ടന്റ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ പറയുന്ന മെയിൻ ബോഡീസ് എല്ലാം ഈ div ക്ലാസ് ഈക്വൽ ടു കണ്ടെയ്നർ അല്ലേ, ഒന്നല്ലെങ്കിൽ ക്ലാസ് ഈക്വൽ ടു കണ്ടെയ്നർ മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ മെയിൻ ടാഗ് ആക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ പുറത്ത് റാപ്പ് ചെയ്താലും മതി, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, സോ നമുക്കിവിടെ മെയിൻ എന്ന് പറഞ്ഞ ടാഗ് കൊടുക്കാം. ഇപ്പോൾ മെയിൻ എന്ന് പറഞ്ഞ ടാഗ് ഇവിടെ ക്ലോസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഈ കണ്ടെയ്നർ എന്ന് പറഞ്ഞ ടാഗാണല്ലോ നമ്മൾ മാറ്റിയത്. ഓക്കെ, അത് നമ്മൾ സ്റ്റൈലും അതിനനുസരിച്ച് മാറ്റണം. കണ്ടെയ്നറിന് പകരം മെയിൻ എന്ന് പറഞ്ഞ ടാഗാണ് നമ്മൾ സ്റ്റൈൽ ചെയ്യേണ്ടത്. ഓക്കെ, നമ്മുടെ വെബ് പേജിന് 3 സെക്ഷനായി, ഹെഡറായി, മെയിനായി, ഫുട്ടറായി. ഓക്കെ, ഇനി ഈ പേജിനകത്ത് നാവിഗേഷൻസ് വരുന്നതൊക്കെ, ഫോർ എക്സാമ്പിൾ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻ, പ്രൈവസി പോളിസി, കോഡ് മലയാളം, ഇതൊക്കെ ഇതിനകത്തൊക്കെ ലിങ്ക് ഉണ്ടെങ്കിൽ, ഓക്കെ, ഫോർ എക്സാമ്പിൾ, സോ നമുക്ക് ഇതിനകത്തൊക്കെ ലിങ്ക് കൊടുക്കാം. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ലിങ്ക്സ് ആണ്. ഓക്കെ, ഇതൊക്കെ നാവിഗേഷനാണ്, നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ വേറെ വേറെ പേജിലോട്ട് പോകുന്ന നാവിഗേഷനാണ്. സോ അതിനൊരു സിമാൻറ്റിക് ടാഗ് കൊടുക്കണമെങ്കിൽ നാവ് എന്ന് പറഞ്ഞിട്ടുള്ള എലമെൻ്റാണ് ഉപയോഗിക്കുന്നത്. സോ നമുക്ക് ഈ സ്പാനിന് പകരം
നാവ് എന്നാക്കാം. സോ ഫുട്ടറിനകത്ത് നാവിഗേഷൻ ലിങ്ക് ഉണ്ട്. സോ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫുട്ടറിനകത്ത് നാവ് എന്ന് പറഞ്ഞിട്ട് ലിങ്ക് വന്നിട്ടുണ്ട്. അതിനകത്താണ് നമ്മൾ നാവിഗേഷൻ കൊടുത്തിരിക്കുന്നത്. സോ ഇത് ജനറലി ഫുട്ടറിനകത്ത് മാത്രമല്ല മിക്കവാറും മെനു ഐറ്റംസ് ഉണ്ടാവും ഒരു വെബ്സൈറ്റിനകത്ത് പല പേജിലോട്ട് പോകാനുള്ള നാവിഗേഷൻസ്. ആ നാവിഗേഷൻസൊക്കെ നമ്മൾ ഈ പറഞ്ഞ നാവ് എന്ന് പറഞ്ഞ എലമെൻറ്റിനകത്താണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് ഈ പേജിൽ തന്നെ പല സെക്ഷനുകൾ കാണാം. ഇപ്പോൾ നമ്മുടെ ഈ പേജിൽ തന്നെ 3 സെക്ഷൻ ഉണ്ട്, 3 റിവ്യൂ ഉണ്ട്. അങ്ങനെ സെക്ഷനുകൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ സെക്ഷൻ എന്ന് പറഞ്ഞ ടാഗിലാണ് കൊടുക്കേണ്ടത്. സോ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മെയിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ ക്ലാസിക്കൽ ടു ഐറ്റം. ഈ ഐറ്റം എന്ന് പറഞ്ഞതിനകത്താണ് ഓരോ സെക്ഷൻസും കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് ഇതെല്ലാം ഈ ഐറ്റം മാറ്റിയിട്ട് ഇതിനെല്ലാം സെക്ഷൻ എന്ന് പറഞ്ഞ ടാഗ് കൊടുക്കാം. സോ നമുക്കിവിടെ ഇത് മാറ്റിയിട്ട് സെക്ഷൻ ആക്കാം. അത് ഇവിടെ ക്ലോസ് ചെയ്യാം. അടുത്ത ഐറ്റമും സെക്ഷൻ ആക്കാം. അതിവിടെ ക്ലോസ് ചെയ്യാം. അടുത്ത ഐറ്റവും സെക്ഷൻ ആക്കാം. അതിവിടെ ക്ലോസ് ആക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരത്തെ ഡോട്ട് ഐറ്റത്തിന് സ്റ്റൈൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സ്റ്റൈലൊക്കെ മാറ്റി നമുക്ക് സെക്ഷൻ ആക്കാം. ഓക്കെ, സോ നമ്മുടെ എലമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മെയിൻ കണ്ടൻറ്റിനകത്ത് ഒന്നിൽ കൂടുതൽ സെക്ഷൻസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ഓരോ സെക്ഷനകത്തും ഇത്രയും പാർട്ടാണ് ഇതിൻ്റെ മെയിൻ ടെക്സ്റ്റ്, അതായത് യൂസറിന് റീഡ് ചെയ്യാൻ പറ്റുന്ന കണ്ടൻറ്റ്. ഓക്കെ, സോ അതിനാണ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ന്യൂസ് എടുക്കുവാണെങ്കിൽ ഇതാണ്ട് ഈ ബോഡി ഉണ്ട്, ഈ യൂസർ റീഡ് ചെയ്യുന്ന ഈ കണ്ടൻറ്റ് ഇത് ആർട്ടിക്കിളാണ്. സോ ഈ ഒരു കേസിനകത്ത് ഈ സെക്ഷനകത്ത് ഇത്രയും ഭാഗമാണ് യൂസർ റീഡ് ചെയ്യുന്നത്. സോ നമുക്ക് അതിനെ ആർട്ടിക്കിൾ എന്നാക്കാം. ഓക്കെ, സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഈ പറയുന്ന സെക്ഷൻ മൊത്തം ഇതിനെ ആർട്ടിക്കിൾ ആക്കാം. സോ ഈ പാരഗ്രാഫിൻ്റെ മുകളിൽ നിന്ന് ആർട്ടിക്കിൾ തുടങ്ങും, എന്നിട്ട് ഈ ലിസ്റ്റിൻ്റെ താഴെ ആർട്ടിക്കിൾ എൻഡ് ചെയ്യും. ഓക്കെ, സോ അതിന് അടുത്ത സെക്ഷനിൽ നോക്കാം. പിന്നെ മൂന്നാമത്തെ സിനിമയിലും. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മെയിൻ കണ്ടൻറ്റിൻ്റെ ഉള്ളിൽ സെക്ഷൻസ് ഉണ്ട്. സെക്ഷൻസിനകത്ത് കണ്ടൻറ്റിനകത്ത് നമ്മുടെ ആർട്ടിക്കിൾ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നമ്മൾ ഇതിൽ പറയാത്തൊരു ടാഗ് എന്ന് പറഞ്ഞാൽ അസൈഡ് എന്ന് പറഞ്ഞ ടാഗാണ്. അസൈഡ് എന്ന് പറഞ്ഞ ടാഗ് എന്ന് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് നമ്മളൊരു മെയിൻ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ഒരു മനോരമയുടെ ഒരു ആർട്ടിക്കിൾ എടുക്കുകയാണെങ്കിൽ സോ ഈ ഒരു പേജ് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ മെയിൻ ആർട്ടിക്കിൾ. ഓക്കെ, ഈ മെയിൻ കണ്ടന്റ് അല്ലാണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, പക്ഷേ എൻ്റെ മെയിൻ കണ്ടന്റ് അല്ല. അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കാനാണ് നമ്മൾ അസൈഡ് എന്ന് പറഞ്ഞ ടാഗ് ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ ഇതാണ് ഈ മോർ ഫോർ യു ഇവിടെ കാണിക്കുന്നത്, അതേപോലെ തന്നെ യു മേ ലൈക്ക് എന്ന് പറഞ്ഞിട്ട് വേറെ സെക്ഷൻ ഇവിടെ കാണിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഈ പറയുന്ന അസൈഡ് എന്ന് പറഞ്ഞ ടാഗിനകത്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് മെയിൻ സിമാൻറ്റിക് ടാഗുകൾ. ഇതുകൂടാതെ സ്ട്രോങ് എന്ന് പറഞ്ഞ ടാഗ് ഉണ്ട്. ആ ടെക്സ്റ്റ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയാൻ അത് മിക്കവാറും ബ്രൗസർ ബോൾഡ് ആക്കും. പിന്നെ അതുപോലെ സൈറ്റ് എന്ന് പറഞ്ഞ ടാഗ് ഉണ്ട്, അതായത് ഒരാൾ സൈറ്റ് ചെയ്യുവാണ്, അതായത് ട്രംപ് ഇന്ന കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കോഡ്സിൽ സൈറ്റ് കൊടുക്കില്ലേ, കൊട്ടേഷൻസ് കൊടുക്കില്ല, അതൊക്കെ കൊടുക്കാൻ സൈറ്റ് എന്ന് പറഞ്ഞ ടാഗ് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ കോഡ് സോഴ്സ് കോഡ് വല്ലതും ഇടുന്നുണ്ടെങ്കിൽ കോഡ് എന്ന് പറഞ്ഞ ടാഗ് ഉപയോഗിക്കാം. പിന്നെ ടൈം എന്ന് പറഞ്ഞ ടാഗ് ഉണ്ട്, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ടൈം കാണിക്കുവാണെങ്കിൽ ടൈം എന്ന് പറഞ്ഞ ടാഗ് ഉപയോഗിക്കാം. അങ്ങനെ ഒരുപാട് സിമാൻറ്റിക് ടാഗുകൾ ഉണ്ട്. സോ അത് ഉപയോഗിച്ചിട്ട് നമ്മുടെ വെബ്സൈറ്റുകൾ കൂടുതൽ റീഡബിൾ ആക്കാം, കൂടുതൽ ആക്സസിബിൾ ആക്കാം, സ്ക്രീൻ റീഡേഴ്സിനൊക്കെ കൂടുതൽ ഫ്രണ്ട്ലി ആക്കുകയും ചെയ്യാം. സോ അത്രയേ ഉള്ളൂ ഈ HTML സിമാൻറ്റിക് ടാഗുകളെ കുറിച്ചിട്ടുള്ളത്. സോ ഇത് നമ്മുടെ HTMLൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ കാര്യം കൂടി പറയാം. നമ്മളിവിടെ വെബ് പേജ് എഴുതിയപ്പോൾ തന്നെ ഇത് അത്യാവശ്യം നല്ല ലെങ്തി കോഡായിട്ടുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ചെറിയ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുള്ളൂ, ഒരു ചെറിയൊരു 3 സെക്ഷനിലുള്ള ഒരു പേജ് ഉണ്ടാക്കിയപ്പോൾ തന്നെ അത്യാവശ്യം ലെങ്തി ആയിട്ട് അൺമാനേജബിൾ ആവുന്ന കോഡുണ്ട്. ഇത് മോഡിഫൈ ചെയ്യണമെങ്കിൽ ഇത്തിരി പാടാണ്. അതേപോലെ റിപ്പീറ്റ് ആണ്. ഫോർ എക്സാമ്പിൾ എല്ലാ സെക്ഷൻ കാണാൻ ഒരേപോലെ ഇരിക്കുമെങ്കിലും നമ്മൾ അത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സോ HTML അങ്ങനെ തന്നെയാണ്. നമ്മൾ പ്ലെയിൻ HTML എഴുതുവാണെങ്കിൽ അങ്ങനെ തന്നെ എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ടൂൾസുകൾ പിന്നെ വരുന്നത്. അതായത് നമ്മൾ ഇതൊക്കെ ഒരു ടെംപ്ലേറ്റ് മാത്രം ഉണ്ടാക്കും, എന്നിട്ട് അതിന് ഡാറ്റ കൊടുക്കും. അപ്പോൾ നമ്മൾ ഒരു തവണ എഴുതിയാൽ മതി, ഡാറ്റ മാത്രം മാറ്റി കൊടുത്താൽ മതി. അങ്ങനത്തെ ടൂൾസുകൾ വരുന്നത് ഈ പോലത്തെ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാനും കോഡ് എളുപ്പമാക്കാനുമാണ്. ഓക്കെ, സോ അതിന് ഇഷ്ടംപോലെ ഉണ്ട്. ഈ നമ്മൾ വെബ് സെർവറിൽ PHP ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്രെയിം വർക്കായിട്ടുള്ള റിയാക്ട്, Next.js അങ്ങനത്തെ ഫ്രെയിം വർക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെയാണ് നമ്മൾ ജനറലി വെബ്സൈറ്റ് ഉണ്ടാക്കാറുള്ളൂ. അല്ലാണ്ട് അങ്ങനെ പ്ലെയിൻ ആയിട്ട് നമ്മൾ HTML എഴുതാറില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ലെങ്തി ആയിട്ട് കോപ്പി പേസ്റ്റ് കോഡുകൾ ജനറലി HTML നമ്മൾ എഴുതുന്നത് കുറവാണ്. ഇത് പ്യുവർ HTMLൻ്റെ സീരീസ് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ HTML മാത്രം കോപ്പി പേസ്റ്റ് ചെയ്ത് നമ്മൾ കോഡ് എഴുതിയത്. ഓക്കെ, സോ അത്രയുള്ള വീഡിയോനകത്ത് കൂടുതൽ സീരീസുമായിട്ട് ഇനിയും വരാം. അതുവരെ ബായ്.